ഹലോ ഫ്രണ്ട്സ്, മൈലെക്ട്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു MP4 പ്ലെയറിൻ്റെ ബാറ്ററി എങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചൊന്ന് സപ്പോർട്ട് അറിയിക്കുക. ബാറ്ററി മാറ്റാനായിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിനകത്ത് സ്ക്രൂ ഒന്നുമില്ല, എല്ലാം ക്ലിപ്പാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തിക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബാക്ക് പാർട്ട് നമുക്കിങ്ങനെ ഊരി വരുന്നതാണ്. PCBൻ്റെ തൊട്ടുമേലായി കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. 3.7 400 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ ഉള്ളിലെല്ലാം SMD കമ്പോണൻസ് ആണ്. മൈക്രോ സോൾഡറിങ് ഉപയോഗിച്ച് സോൾഡർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തില്ലേ SMD കമ്പോണൻസ് റിമൂവ് ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് സോൾഡറിങ് ഐയൺ ഉപയോഗിച്ച് പഴയ ബാറ്ററി അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ SMD കമ്പോണൻസിൻ്റെ അവിടെ ചൂടും തട്ടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. പുതിയ ബാറ്ററി സോൾഡർ ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ വലിയ സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ലെഡ് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഷോർട്ടാകാതെ നോക്കണം. അതായത് ഒരേ സമയത്ത് ഒരേ പോളിൽ മാത്രമേ സോൾഡർ ചെയ്യാവുള്ളൂ. പുതിയ ബാറ്ററി സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ 2 പോളും കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ MP4 ഓഫ് കണ്ടീഷനിൽ, അതായത് സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണെന്ന് കൺഫേം ആക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ PCB കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. ബാറ്ററി സോൾഡർ ചെയ്തതിന് ശേഷം വെറുതെ വെക്കാതെ എന്തെങ്കിലും ഒരു ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലും ഒരു ഷേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വയറ് വിട്ടുപോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ബാക്ക് പാർട്ടിലാണ് ഇതിൻ്റെ സ്പീക്കർ കണക്റ്റ് ആക്കേണ്ടത്. സ്പീക്കറിൻ്റെ ആ റൗട്ട് സൈഡിൽ കുറച്ച് ഒരു ഗ്ലൂ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറച്ച് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. എന്നാലേ സ്പീക്കറിന് ചെറിയൊരു എഫക്റ്റ് കിട്ടുള്ളൂ. എഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ സൗണ്ട് വളരെ കുറവായിരിക്കും. നമുക്ക് നമ്മുടെ MP4 ഒന്ന് ഓപ്പൺ ആക്കി എന്തെങ്കിലും ഒരു സോങ്ങോ ഓഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടി നമുക്ക് ഹെഡ്സെറ്റിൽ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പുതിയ ബാറ്ററി ഇട്ടുകൊണ്ട് ചാർജ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ബാറ്ററി ലൈഫിന് ഏറ്റവും നല്ലത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന വഴി ഞാനിടുന്ന ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതാദ്യം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മൈലെക്ട്രോയുടെ പുതിയൊരു വീഡിയോ